സർഫ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൽമു നഹ്വ്, ഇൽമു സർഫ്. സർഫ് എന്ന് പറയുന്നത് ഈ പദങ്ങളുടെ നിർമ്മാണം, പദങ്ങളുടെ രൂപമാറ്റങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഏരിയയാണ്. ഗ്രാമറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പൊ അത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പാരമ്പര്യമായിട്ട് മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അത് കിതാബ് സർഫ്, അതായത് അൽ മീസാൻ എന്ന് പറയും. മീസാൻ, അൽ അജ്നാസു സുഗ്റ, അജ്നാസുൽ കുബ്ര എന്നൊക്കെ പറയുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതിലെ മീസാനിന്റെ കുറച്ച് ഭാഗങ്ങള് നമുക്കൊന്ന് പഠിക്കാം. അതൊന്ന് പിന്നെ മനസ്സിലാക്കുക. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മദ്രസ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊന്നുകൂടി ഒന്ന് ആവർത്തിച്ച് നോക്കുക. ഞാനത് സ്ക്രീനിൽ ആ പേജ് ഞാൻ കാണിക്കാം. ഓക്കെ സർ. കാണാമോ? ലോഡ് ആവുന്നുണ്ട്. വന്നു. ഓക്കെ. അപ്പൊ ഇവിടെ അറബിയില് ക്രിയകൾ, അതായത് ഫിഅലുകള് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഫിഅലുകളൊക്കെ അറബിയിലെ അധികം ക്രിയകളും 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും, 3 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. 3 ലെറ്റേഴ്സ്, ത്രൈക്ഷര ക്രിയകൾ എന്ന് പറയും. 4 അക്ഷരങ്ങളുള്ള ക്രിയകളും ഉണ്ട്, അതിനുമായിട്ട് ചെറിയ വ്യത്യാസമുള്ള ചില ക്രിയകളൊക്കെ ഉണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ക്രിയകളൊക്കെ 3 അക്ഷരങ്ങളായിരിക്കും. കതബ, ഹലറ, ജലസ, കാമ, ശരിബ, അക്കല, എന്തെല്ലാം ക്രിയകളുണ്ടോ അതെല്ലാം ഈ പറഞ്ഞ ക്രിയകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെ അക്ഷരങ്ങള് നമ്മൾ അതിനെ ഒരു വസന്, അതായത് ഈ അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വരുന്നു എന്നതിനെ ആശ്രയിച്ച് അറബിയിലെ ഗ്രാമറിൽ ചില ചർച്ചകളുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ മാലി. എന്താണ് പാസ്റ്റ് ടെൻസ്? കേട്ടിട്ടുണ്ടോ മാലി? 14 രൂപങ്ങളുണ്ട്. ആ 14 രൂപങ്ങളും നമ്മൾ മനസ്സിലാക്കി കാണാതെ പഠിച്ചു തന്നെ വെക്കണം. അറബിയിലെ ആഴത്തിലുള്ള പഠനം ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ 14 രൂപങ്ങളും. അപ്പോ അതിൽ ഒന്നാണ്, അത് ഓരോന്ന് പറയാം. ഫഅല, 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 അതാണ് ഒരു രൂപമാണ്. ഫിഅല് മാലി മഅറൂഫ് മുസ്ബത്ത് ലിദ്ദകരിൽ ഗായിബി ലമീറുഹു ഹുവ. ഈ നീണ്ട ഒരു വാചകം പറഞ്ഞത് കേട്ട് പേടിക്കൊന്നും വേണ്ട. അതിനകത്തുള്ളത് എന്താണ് നമുക്ക് മനസ്സിലാവുമ്പോൾ ഇത് വളരെ ഈസി ആയിരിക്കും. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നാണ്. അറബിയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ. ഒരു ക്രിയ കേട്ടാൽ, രണ്ടുപേര് സംസാരിക്കുന്നത് കേട്ടാൽ ആ ക്രിയ ചെയ്തവര് ഒരാളാണോ, രണ്ടുപേരാണോ, രണ്ടിലധികം ആൾക്കാരാണോ, അത് ഹാജരുള്ള ആളാണോ, അതോ പിന്നെ നമ്മുടെ ഹാജരില്ലാത്ത, നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ആളാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അതിനകത്ത് ഈ ഫഅല എന്ന് പറഞ്ഞാൽ കതബ, എഴുതി. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. നസറ, സഹായിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫഅല എന്ന് പറഞ്ഞാൽ അവൻ, ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്നാണ് അതിന്റെ മലയാളം. അതായത് ഫഅലക്കകത്ത് ഹുവ എന്നുള്ളതുണ്ട്. അതിന്റെ ഫാഇല്, അത് ക്രിയ ചെയ്ത ആള് ഹുവ എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഈ ഫഅല എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മള് ക്രിയകൾക്കകത്ത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ആണാണോ പെണ്ണാണോ ക്രിയ ചെയ്തത്. 2, ഹാജരുള്ള ആളാണോ ഹാജരില്ലാത്ത ആളാണോ. 3, അതിന്റെ നമ്പർ, ഒരാളാണോ രണ്ടുപേരാണോ അതോ രണ്ടിലധികം ആൾക്കാരാണോ. അപ്പൊ അതിനകത്ത് ഈ കാര്യങ്ങൾ 3 ശ്രദ്ധിക്കണം. ജെൻഡർ, നമ്പർ, ആള് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ. ഈ 3 കാര്യങ്ങൾ, ജെൻഡർ, നമ്പർ, പ്രസന്റ് ഓർ പിന്നെ ആള് പ്രസന്റ് ആണോ അല്ലെങ്കിൽ ആബ്സെന്റ് ആണോ എന്നുള്ളത്. ഇത് 3 മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഫഅല എന്ന് പറഞ്ഞാൽ ഫിഅല് മാലി, അത് മാലിയായ പാസ്റ്റ് ടെൻസ് ആണ്. മഅറൂഫ് ആണ്, അവൻ പ്രവർത്തിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. ഫഅല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു എന്നാണ്. അവൻ ഹാജരില്ലാത്ത ആളാണ്, ഒരാളാണ്, പുരുഷനാണ്. മനസ്സിലായോ? അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞു എന്നാണ്. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് നടന്ന് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പ്രവർത്തിക്കും എന്നോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നോ അല്ല, അത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അത് ഫിഅല് മാദിയാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ
അറിയപ്പെട്ടതെന്ന, കർത്താവ് അറിയപ്പെട്ടതെന്ന, അവനാണ് പ്രവർത്തിച്ചതെന്ന. ഇപ്പൊ ലറബൽ ഉസ്താദു അൽ വലദ, ഉസ്താദ് കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്. ഉസ്താദ് അടിച്ചു കുട്ടിയെ. അപ്പൊ അവിടെ ഫാഇൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. പക്ഷെ ആ കുട്ടിക്ക് അടി കിട്ടിയെന്നേ നമ്മൾ ഒരാളടുത്ത് പറയേണ്ടതുള്ളൂ എങ്കിൽ ലുരിബൽ വലതു എന്നാണ് പറയുന്നത്. അതായത് കുട്ടിക്ക് അടി കിട്ടപ്പെട്ടു. ഫഅല എന്നുള്ളതിന് പകരം ഫുഇല എന്ന് പറയും. അത് അടുത്ത തുടർന്നുള്ള പാഠങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കൺഫ്യൂഷൻ ആവണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് ചോദിച്ചാൽ മതി, നമുക്കത് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഫഅല എന്ന് പറഞ്ഞാൽ ഫിഅല് മാലി, കഴിഞ്ഞ ക്രിയയാണ്. മഅറൂഫ്, അതായത് കർത്താവ്, അത് ചെയ്ത ഫാഇല്, അത് ക്രിയ ചെയ്ത ആൾ ആരാണെന്ന് നമുക്കറിയാം. മുസ്ബത്ത്, അതായത് ക്രിയ അത് പൂർത്തിയായതാണ്. അത് ലിദ്ദക്കർ, ദക്കർ എന്ന് പറഞ്ഞാൽ പിന്നെ പുരുഷൻ എന്നാണ് അർത്ഥം. അതിന്റെ മസ്കുലിൻ, അത് പ്രവർത്തി ചെയ്തത് ഒരു പുരുഷനാണ്. ലിദ്ദക്കരി അൽ ഗായിബ്, ഗായിബാണ് എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് പറഞ്ഞത്. നീയെന്നോ ഞാനെന്നോ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെന്നോ അല്ല, അവൻ എന്നാണ് പറഞ്ഞത്. അപ്പോ ഫഅല എന്ന് പറഞ്ഞാൽ ഫിഅലു മാലി മഅറൂഫ് മുസ്ബത്തുൻ ലിദ്ദക്കർ അൽ ഗായിബ് ലമീറുഹു. ഇതിനകത്തൊരു ഒരു പ്രൊനൗൺ ഉണ്ട്. അതിനകത്ത് ആരാണ് ചെയ്തത്? ഹുവ എന്നുള്ളതാണ്. ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവൻ. ഹുവ, അവൻ എന്നുള്ളതാണ്. ഹുവ, അവൻ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന. അത് ഈ ലമീർ എന്ന് പറയും. അതായത് ഈ പിന്നെ ഒരാളുടെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പേരെടുത്ത് പറയാതെ അവൻ, അവൻ എന്ന് എല്ലാ ഭാഷകളിലും ഉണ്ട്. അതാണ്. ഇപ്പൊ ഫഅല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫിഅലു മാലി മഅറൂഫ് മുസ്ബത്ത് ലിദ്ദക്കരിൽ ഗായിബ് ലമീറുഹു ഹുവ. ലമീറുഹു, അതിന്റെ ലമീർ, അതിലുള്ള പ്രൊനൗൺ, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, പ്രവൃത്തി ചെയ്തത് ഹുവ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കത്തബ എന്ന് പറഞ്ഞാൽ ഫിഅലു മാലി, കത്തബ എഴുതി കഴിഞ്ഞു, മാലിയാണ്, മഅറൂഫാണ്, കർത്താവ് അവനാണ് എഴുതിയത് നമുക്കറിയാം. മുസ്ബത്താണ്, അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഫഅലത്ത് എന്നല്ല പറഞ്ഞത്, ഫഅല എന്നാ പറഞ്ഞത്. അപ്പൊ അവൻ ചെയ്തു എന്നാണ്. അപ്പൊ അത് പുരുഷനാണ്. ലിദ്ദക്കരിൽ ഗായിബി, അതായത് പുരുഷൻ, മറഞ്ഞ പുരുഷനാണ്. ലമീറുഹു ഹുവ. അപ്പൊ അതിന് അടുത്തത് ഒരാളെ കുറിച്ച്, മറഞ്ഞ ഒരു പുരുഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് രണ്ടുപേരാകുമ്പോ ഫഅല. ഫഅല എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ രണ്ടുപേർ പ്രവർത്തിച്ചു എന്നാണ്. ഫിഅലുൻ മാലി മഅറൂഫ് മുസ്ബത്ത് ലിദ്ദക്കറൈനിൽ ഗായിബൈനി ലമീറുഹു ഹുമ. ഫിഅല് മാലിയാണ്, കഴിഞ്ഞ കാലമാണ്. മഅറൂഫ്, അവർ രണ്ടുപേരാണെന്ന് നമുക്കറിയാം. അത് മഅറൂഫാണ്, കർത്താവിനെ അറിയാവുന്നതാണ്. മുസ്ബത്തുൻ, കഴിഞ്ഞു പോയതാണ്, അത് ഉറപ്പിച്ചതാണ്. ക്രിയ നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ലിദ്ദക്കറൈനി, രണ്ട് പുരുഷന്മാർക്ക് വേണ്ടി പറയുന്നതാണ്. അൽ ഗായിബൈനി, ഹാജരില്ലാത്ത രണ്ട് പുരുഷന്മാർ, അവർ രണ്ടുപേര് പ്രവർത്തിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഫഅല, ഫഅല, ഫഅലു. കാണാതെ പഠിക്കണം അത്. അത് അർത്ഥം അറിഞ്ഞ് തന്നെ കാണാതെ പഠിക്കണം. അല്ലാതെ പഠിച്ചാലും നമുക്കത് പിന്നീട് അത് പ്രയോജനപ്പെടും. ഫഅല, ഫഅലു. ഫഅലു എന്ന് പറഞ്ഞാൽ അവർ പല പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നാണ്. ഫിഅല് മാലി മഅറൂഫ് മുസ്ബത്ത് ലിദ്ദുകൂരിൽ ഗായിബീൻ. ദുകൂർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, ദക്കർ, ദക്കറാനി, ദുകൂർ, പുരുഷന്മാർ എന്നുള്ളതാണ്. ലിദ്ദുകൂരിൽ ഗായിബീന. ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ ആള്, ഗായിബാനി മറഞ്ഞ രണ്ടുപേര്, ഗായിബൂന മറഞ്ഞ പലര്. ഇപ്പൊ ഇവിടെ ഗായിബീന എന്ന് പറഞ്ഞത് അതിന്റെ സിഫത്തായിട്ട് പറഞ്ഞാണ്. അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ഗായിബാനി എന്നുള്ളത് ഗായിബീന എന്നായത്, അത് പിന്നീട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അവിടെ എത്തും ആ പാഠത്തിൽ. ലമീറുഹു ഹും. ഇപ്പൊ ഫഅലു എന്ന് പറഞ്ഞാൽ അതിന്റെ ലമീർ ഹും എന്നുള്ളതാണ്. അപ്പൊ ഫഅല, ഫഅല, ഫഅലു. അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു, അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു, അവർ പല പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഫഅല, ഫഅല, ഫഅലു. ഇത് കേട്ടിട്ടുണ്ടോ നേരത്തെ? ഫസ്റ്റ് സെമ്മിലുണ്ടായിരുന്നു. ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഇത്രയും മനസ്സിലാക്കി പഠിച്ചിരുന്നോ? അർത്ഥം കേട്ടിട്ടുണ്ടെങ്കിലും അർത്ഥം അറിഞ്ഞല്ല, അല്ലാതെ പറഞ്ഞു പഠിച്ചു. അതുപോലെ ഫഅലത്ത്, ഫഅലത്ത് എന്ന് പറഞ്ഞാൽ ഫിഅലു മാലി മഅറൂഫ് മുസ്ബത്തുൻ ലിൽ ഉൻസ അൽ ഗായിബ ലമീറുഹു ഹുവ, ഹിയ. സോറി, ഹുവ അല്ല, ഹിയ. ഫഅലത്ത്. അപ്പൊ ഫിഅലു മഅറൂഫാണ്, മുസ്ബത്താണ്, ലിൽ ഉൻസ അൽ ഗായിബ. ലിൽ ഉൻസ, ഇവിടെ മാറ്റം സംഭവിച്ച എന്താണ്? ഉൻസ എന്നുള്ളതായി. ദക്കർ മാറിയിട്ട് പുരുഷൻ മാറി സ്ത്രീയായി. ഫഅലത്ത്, അവിടെ താ, സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന താ വന്നു. ഫിഅല് മാലി, മാലിയായ ക്രിയയാണ്, മഅറൂഫാണ്, മുസ്ബത്താണ്, സംഭവിച്ചു കഴിഞ്ഞതാണ്. ലിൽ ഉൻസ, സ്ത്രീയെ പരാമർശിക്കുന്നതാണ്. ഗായിബത്ത്, ഹാജരില്ലാത്ത മറഞ്ഞ സ്ത്രീയാണ്. ലമീറുഹു, അതിലുള്ള ലമീർ ഹിയ എന്നുള്ളതാണ്. ഹുവ, ഹുമ, ഹും, ഹിയ,
ഹുമ, ഹുന്ന എന്നുള്ളതാണ്. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്. ഫഅലത്ത് എന്ന് പറയുമ്പോൾ ഹിയ എന്നാണ് അതിന്റെ അർത്ഥം. അതിനകത്ത് ഉൾക്കൊള്ളുന്ന ലമീർ. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. ഇപ്പൊ ഫഅല, ഫഅല, ഫഅലു കഴിഞ്ഞു. ഇനി അടുത്തത് ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത് എന്നുള്ളതും കഴിഞ്ഞു. ഇനി അടുത്തത് ഫഅലത, ഫഅലത. അപ്പോ അവൻ ഒരു പുരുഷൻ, അവർ രണ്ട് പുരുഷന്മാർ, അവർ പല പുരുഷന്മാർ കഴിഞ്ഞു. ഇനി നീ, അവൾ ഒരു സ്ത്രീ എന്നുള്ളത് കഴിഞ്ഞു. ഇനി അവർ രണ്ട് സ്ത്രീകൾ. ഫഅലത, ഫഅലത എന്ന് പറഞ്ഞാൽ ഫിഅൽ മാളി മഅറൂഫ് മുസ്ബത്തുൻ ലിൽ ഉൻസയൈൻ, രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നതാണ്. ഗായിബത്തൈനി ലമീറുഹു, അതിനകത്തുള്ള ലമീർ ഹുമ എന്നുള്ളതാണ്. ഇപ്പൊ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഡ്യുവൽ പറയുമ്പോൾ, രണ്ടുപേരെ പറയുമ്പോൾ ഹുമ എന്നാണ് പറയുന്നത്. അതിനകത്ത് വ്യത്യാസമില്ല. ഫഅലത, കതബ എന്നത് അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കേ. കതബ വരുമ്പോ ഫഅലത രൂപത്തിൽ എന്ത് വരും? കതബ്ത. കതബ്ത അല്ല, കതബത. മനസ്സിലായി? കതബത. ഓക്കേ. കതബത, ഫഅലത. അതിന്റെ ഓരോ അക്ഷരങ്ങളുടെ ഹർഫുകൾ ഇത് പ്രധാനമാണ്. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅൽത. അതായത് ഫഅലത്ത് എന്ന് പറയുന്നതിൽ ലാമിന് ഫത്ഹും താഇന് സുക്കൂനുമാണ്. ഇനി അടുത്തത് വേറൊരിടത്ത് ലാമിന് സുക്കൂനും താ എന്ന അക്ഷരത്തിന് ഫത്ഹും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്ന് അർത്ഥം മാറിപ്പോകും. അപ്പൊ അത് നമ്മൾ ഈ ഹർക്കത്തില്ലാതെ വായിക്കുമ്പോൾ പിന്നെ അത് നമ്മൾ സാഹചര്യങ്ങളിൽ നിന്ന് ഗ്രാമർ മനസ്സിലാക്കിയ ആൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ഫഅലത ഫിഅലു മാളി മഅറൂഫ് മുസ്ബത്തുൻ ലിൽ ഉൻസയൈനി അൽ ഗായിബത്തൈനി ലമീറുഹു ഹുമാ. അപ്പൊ പിന്നെ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഇനി അവർ പല സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നുള്ളതാവുമ്പോ ഫഅൽന, ഫഅൽന എന്താണ്? ഫഅൽന എന്ന് പറഞ്ഞാൽ പിന്നെ ഫിഅല് മാളി മഅറൂഫ് മുസ്ബത്ത് ലിൽ ഇനാസി അൽ ഗായിബാത്തി ലമീറുഹു ഹുന്ന. ഫഅൽന എന്ന് പറഞ്ഞാൽ ഫിഅല് മാളി, മാളിയായ ഫിഅലാണ്. മഅറൂഫ്, മഅറൂഫാണ്, അതായത് പ്രവൃത്തി നടന്നു കഴിഞ്ഞിരിക്കുന്നു. മുസ്ബത്താണ്. പിന്നെ മാറൂഫ് എന്ന് പറഞ്ഞാൽ അവർ പല സ്ത്രീകളാണ് പ്രവർത്തിച്ചത് നമുക്കറിയാം. മുസ്ബത്തു സംഭവം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. സബത്ത എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു എന്നാണ്. മുസ്ബത്ത് ഉറപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്, അത് ഉറപ്പാണെന്നുള്ളതാണ്. ലിൽ ഇനാസി സ്ത്രീകൾക്ക്, ഉൻസ ഉൻസയൈൻ ഇനാസ്, ഇനാസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. അൽ ഗായിബാത്ത്, ഗായിബത്ത് മറഞ്ഞ ഒരു സ്ത്രീ. ഗായിബത്താനി മറഞ്ഞ രണ്ട് സ്ത്രീകൾ. ഗായിബാത്ത് മറഞ്ഞ പല സ്ത്രീകൾ. ലമീറുഹു ഹുന്ന, അതിന്റെ ലമീർ എന്ന് പറയുന്നത് ഹുന്ന എന്നുള്ളതാണ്. മനസ്സിലായത്? അപ്പൊ ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന എന്നുള്ളതാണ്.